ഇപ്പൊ നമ്മൾ സൊലാങ്കാലി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെയിൻ റോഡ് പോകാൻ പറ്റിയില്ല, കാരണം ഭയങ്കരമായിട്ട് ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഓൾഡ് മണാലി ക്ലബ് ഹൗസ് വഴി കയറി നമ്മൾ മേലിക്കോട്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് സൊലാങ് വാലിയിൽ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി നോക്കാറുണ്ട്. ബാക്കിയുള്ള ട്രാവൽസും കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ പോയിട്ടുണ്ട്. നമുക്ക് അവരെക്കാളൊക്കെ മുന്നേ പോയിട്ട് അവിടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ മച്ചാനാണ് നമ്മളെ എത്രയും പെട്ടെന്ന് സൊലാങ് വാലിക്ക് എത്തിക്കാന്ന് പറഞ്ഞ മച്ചാൻ. പിന്നെ ഒരു പ്രത്യേക സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ സ്നോയിലേക്ക് ഇന്ന് പോകുന്നത് വിത്തൗട്ട് സ്നോ ഡ്രസ്സാണ്. ഓക്കെ, ആർക്കും സ്നോ ഡ്രസ് ഇല്ല. അതിനും കാരണമുണ്ട്. സാധാരണ മണാലി വരുമ്പോൾ നമുക്ക് സ്നോ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിലാണ് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തിട്ട് പോകാറ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ഷോപ്പുകൾ ഇറക്കിയിട്ട് അത് ആ ബുക്കിംഗ് എടുത്ത് തുടങ്ങി. അപ്പോൾ അതൊരു വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രസ്സ് ഷോപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബുക്കിങ്ങിൻ്റെ കമ്മീഷനോ കിട്ടില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകാർ എന്ത് ചെയ്തു, അവരാ പരിപാടികൾ നിർത്തി വെച്ചിട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ട്രൈക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20, 21, 22 മിക്കവാറും ഇത് ഈ ഒരാഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. എന്റെ ഫലമായ സംശയം അങ്ങനെയാണ്. മാക്സിമം ഈ മാസം അവസാനം വരും, അതായത് 20 തൊട്ട് ഈ ഒക്ടോബർ 28 വരേക്കും മാക്സിമം നിങ്ങൾ മണാലി എക്സ്പ്ലോർ ചെയ്യാൻ വരാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ മണാലി വരുന്നവർ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരണം. നമുക്ക് സ്നോ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്രയും പറ്റുന്ന അത്രയും ഡ്രസ്സ്, സ്നോ കാണാൻ ആഗ്രഹിക്കുന്നവർ, സ്നോ പോയിന്റ്സ് ഒക്കെ പോകുന്നവർ മാക്സിമം ഡ്രസ്സ് തന്നെ സെറ്റ് ചെയ്ത് പോകണേ. പോകുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ. ഇത്രയും സ്നോ പോകുന്ന വഴി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ സൊലാങ്ങിലൊക്കെ എത്രത്തോളം സ്നോ അടിച്ചിട്ടുണ്ടാവും. ഒരു വലിയ ഗ്രൂപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൊലാങ് വാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളായിട്ട് നല്ലോണം ട്രാഫിക് ഉണ്ട് കേട്ടോ. നല്ലോണം ട്രാഫിക് ഉണ്ട്, മൊത്തം ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടക്കാൻ തീരുമാനിച്ചേക്കുന്നു. ഓരോ വണ്ടി ഏകദേശം അരമണിക്കൂർ കിടന്നിട്ടാണ് കേട്ടോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്നോ റിമൂവ് ചെയ്യണ മെഷീനുണ്ടോ, ഈ മെഷീൻ വെച്ചിട്ടാണ് ഇവിടുത്തെ റോട്ടിലത്തെ സ്നോ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ റിപ്പയറിങ് കാര്യങ്ങളെന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊക്കെ മാക്സിമം അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ സൈഡ് കൊണ്ട് ക്ലീൻ ആവാനുണ്ട്. നല്ലോണം സ്നോ ഉണ്ട്, നല്ലോണം സ്നോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം സ്നോ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹൈറ്റിന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്നോയിൽ വേഷം കെട്ടുകൾ, സത്യം പറഞ്ഞാൽ വേഷം കെട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ മരയ്ക്കാം, എന്നാലും ഒരു മാന്തി വിടാൻ മതി. ബസ് ഇവിടെ ഗംഭീര ഫോട്ടോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അടിപൊളി സ്പോട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഗംഭീര വൈബാണ്, അടിപൊളിയാണ്. അത് സൊലാങ് വഴി അട്ടൽ ടണൽ റൂട്ട്, ഇത് റോത്താങ് പാസ് ഗുലാബ റൂട്ട്. ഗുലാബയിലും ഈ സമയത്ത് സൊലാങ് വാലിയുടെ അതിനേക്കാളും കൂടുതലൊക്കെ തന്നെ സ്നോ കിട്ടും. നിലവിൽ ഈ റോഡിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വർക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഗുലാബ വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിള്ളേരെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൊലാങ് വാലിയിലെ അഞ്ജനി മഹാദേവ് ടെമ്പിളിലേക്കുള്ള യാത്രയെന്നാണ്. ഫുള്ള് സ്നോയാണ് കേട്ടോ. പിള്ളേരൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. അടിപൊളിയാണ് സൊലാങ്. ഫുള്ള് സ്നോയിൽ കവറായിട്ട് കിടക്കണേ. ഒരു 3 ഫീറ്റ് ഹൈറ്റ് എന്തായാലും ഉണ്ടാവും.
അഞ്ജനി മഹാദേവ് ടെമ്പിള് പോയില്ല കേട്ടോ. നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ പാതി മെമ്പേഴ്സ് സൊലാങ് വാലിൽ പാരാഗ്ലൈഡിങ് പോയിന്റിൻ്റെ ഗ്രൗണ്ടിലുണ്ട്. സോ നമ്മൾ അവരെ കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് അഞ്ജനി മഹാദേവ് അവർ തന്നെ ട്രക്ക് ചെയ്ത് പോയി. വേറൊരു ഗ്രൂപ്പ് കൂടിയിട്ട് ശരിക്കും പറഞ്ഞതേ ഇതാണ് അവസ്ഥ. ഷൂ ഒക്കെ അങ്ങോട്ട് പോവും. ഇത്ര ഇതുണ്ട്. പക്ഷെ വലിയ സീനുണ്ടായില്ല കേട്ടോ ഇന്ന് സണ്ണുള്ളതുകൊണ്ട്. പക്ഷെ സണ്ണൊക്കെ പോയി. 4 മണിയായ സമയം. നമ്മൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പിള്ളേരെല്ലാവരും കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്ക് ടു ഹോട്ടൽ. നമ്മളങ്ങനെ പിള്ളേരൊക്കെ തപ്പി നേരെ സൊലാങ് വാലിയുടെ പാരാഗ്ലൈഡിങ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ലൈറ്റ് സ്നോഫോൾ അടിക്കുന്നുണ്ട് കേട്ടോ. വളരെ ലൈറ്റ്, അത്ര ഹെവി എന്നൊന്നും പറയാനില്ല, പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഇതുണ്ട് സൊലാങ്ങിൻ്റെ മെയിൻ റോപ്പ് വേ പോയിന്റ്. ഈ റോപ്പ് വേ ചൂസ് ചെയ്തിട്ട് വേണ്ട നമുക്ക് മേളിൽ നിന്ന് കാണുന്നതിന് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകാനായിട്ട്. പക്ഷെ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്. സ്നോഫോൾ ലൈറ്റ് സ്നോഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി. ഇപ്പോൾ ഈ സമയം ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്, ഒരു ലാൻഡിങ് കൂടെ വരുന്നുണ്ട് ഓൾറെഡി. പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്, സ്കീയിങ് നടക്കുന്നുണ്ട്. എല്ലാ പരിപാടി ഇപ്പോൾ ഇവിടെ ഓണായിട്ട് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ശരിക്കും പാരാഗ്ലൈഡിങ് ചെയ്യണത് വേസ്റ്റാണോ. ഈ ഒരു ഹൈറ്റ് വരുള്ളൂ. ഈ ഹൈറ്റിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അടിയിൽ ലാൻഡ് ചെയ്യും. വെറുതെ വേസ്റ്റ് പരിപാടിയാണ് അത്. ഹിമാചലിൽ മാക്സിമം പാരാഗ്ലൈഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീർ ബില്ലിങ്ങോ ധോബിയോ ഈ 2 സ്പോട്ടുകളായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്.